പണ്ടൊക്കെ നിർമ്മാതാക്കൾ കഥയൊക്കെ നന്നായി കേട്ട് അതിൽ അഭിപ്രായം പറഞ്ഞ് അങ്ങനെയാണ് സിനിമകൾ ഉണ്ടായിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ലേഖനങ്ങൾ പറയുന്ന പോലെ പല വലിയ നിർമ്മാതാക്കളും കഥ മുഴുവനായിട്ടും കേൾക്കാൻ പോലും മെനക്കെടുന്നില്ല. ഒരു വലിയ സ്റ്റാറിന്റെ ഡേറ്റ് കിട്ടിയാൽ മതി, കഥ മോശമാണെങ്കിൽ പോലും കോടികൾ മുടക്കാൻ റെഡിയാണ്. ശരിയാണ്. തമിഴ്നാട് തിയേറ്റർ ഉടമകളുടെ സംഘടനയുടെ തലവൻ തിരുപ്പൂർ സുബ്രഹ്മണ്യം അദ്ദേഹം ഇത് എടുത്തു പറയുന്നുണ്ട്. നിർമ്മാതാക്കൾ കഥ കേൾക്കുന്നില്ല എന്നത് തമിഴ് സിനിമയുടെ തകർച്ചയുടെ ഒരു പ്രധാന കാരണം തന്നെയാണെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അദ്ദേഹം അതിന് ഉദാഹരണങ്ങളും പറയുന്നുണ്ടോ? ഉണ്ട്. അദ്ദേഹം ലൈക്ക പ്രൊഡക്ഷൻസിന്റെ കാര്യം പറയുന്നുണ്ട്. വലിയ മുതൽ മുടക്കിൽ വന്ന് തുടക്കത്തിൽ നല്ല വിജയങ്ങളൊക്കെ കിട്ടിയ കമ്പനിയാണ്. പക്ഷേ പിന്നീട് കഥയുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കാതെ താരങ്ങളെ മാത്രം വിശ്വസിച്ച് സിനിമ എടുത്തപ്പോൾ തുടർച്ചയായി പരാജയങ്ങൾ വന്നു. ഓഹോ. ഇപ്പോ കേൾക്കുന്നത് വിജയുടെ മകൻ ജേസൺ സഞ്ജയ് ഡയറക്റ്റ് ചെയ്യുന്ന പടം കഴിഞ്ഞാൽ ലൈക്ക പുതിയ പടങ്ങളൊന്നും എടുക്കുന്നില്ല, നിർമ്മാണം നിർത്തിയേക്കാം എന്നൊക്കെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നടന്മാരുടെ പേരും നോക്കി പടമെടുക്കുന്ന നിർമ്മാതാക്കൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ശരിയാണ്. അപ്പോ ഇതിനൊരു പരിഹാരം എന്താണ്? നടൻ ഓക്കെ പറഞ്ഞാലും നിർമ്മാതാവ് ആ സിനിമയുടെ കഥ പൂർണ്ണമായി കേട്ട് അയാൾക്ക് ബോധ്യപ്പെടണം. അങ്ങനെയല്ല വേണ്ടത്. വെറുതെ ആ നടന്റെ കഴിഞ്ഞ പടം ഹിറ്റാണ്, അല്ലെങ്കിൽ ഡയറക്ടറുടെ മുമ്പത്തെ സിനിമ സൂപ്പറായിരുന്നു എന്നൊക്കെ പറയുന്നതിനപ്പുറം നിർമ്മാതാവിനെ ആ കഥയിലൊരു വിശ്വാസം, ഒരു ശ്രദ്ധ, ലേഖനത്തിൽ പറയുന്ന ആ അക്കറ ഉണ്ടാവണം. അതെ, അത് വേണം.